അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നില്ലേ നമുക്കൊരു കല്യാണം ഉണ്ട് ജനുവരി 4-ന്. അപ്പം അതിനേക്കുള്ള ഡ്രസ്സ് എടുക്കാം. അപ്പം ഇപ്പം അങ്ങോട്ട് പോയിട്ട് എടുക്കാൻ വിചാരിച്ച്. എക്സാം കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം ലീവായല്ലോ. 10ാമത്തെ ദിവസമാണ് ഈ പരിപാടി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ല, ക്രിസ്മസ് ആയി ഫുള്ള് ബിസി ആവുമല്ലോ. അങ്ങനെ താഴത്ത് നിന്ന് ബസ്സിനും കാത്തുനിന്ന് ബസ്സിനൊറ്റൊന്നും കാണില്ല. പിന്നെ ലാസ്റ്റ് ഓട്ടോ കിട്ടി. നമ്മൾ നേരെ മേത്തോട് താഴത്ത് ഇറങ്ങി. അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിരുന്ന് മതിയായി. പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെയാ ബസ് കിട്ടി. നേരെ നമ്മളെ LIC അവിടെ നിന്ന് ഇങ്ങനെ നടക്കുക SM സ്ട്രീറ്റിലേക്ക്. അവിടെ നിന്ന് നേരെ ഫുഡ് അടിക്കാൻ പോയി. 12 എത്ര ടൈം ആയിട്ടുണ്ടെങ്കിലും ഫുഡ് അയച്ചിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ എനർജിയൊക്കെ വരണ്ടേ. ഫുഡൊക്കെ വയറ്റില്ലെങ്കിൽ നമ്മൾ തളരൂലേ. അങ്ങനെ 300 റുപ്യ. ഞാൻ ബിരിയാണി, ബാക്കി ഇവർ രണ്ടാളും ചോറ് മാത്രമല്ല ചെമ്മീൻ ഫ്രൈയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായി. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സംഗീതത്തിലേക്ക് പോയി. എന്തൊക്കെയാ എടുത്തത്? എടുത്തതില്ലേ, ഞാനൊരു ചുരിദാർ എടുത്ത്, ഒരു ചുരിദാർ എടുത്ത് 800 റുപ്യ. ഞാൻ ധാവണി സെറ്റ് എടുത്തു. ഇനി ഒരു കോട്ടന്റെ സാരിയും പടി നോക്കണമെന്നുണ്ട്. സാരി നോക്കി പോകുമ്പോഴാണ് കേട്ടോ. ഈ പാർട്ടിക്കുള്ള എടുക്കാണ്ട് വേറെ സ്ഥലത്തുള്ളൂ. രണ്ട് വേറെ ആണ്. അപ്പോൾ പിന്നെ വലിയ കണ്ണാടി ഉണ്ടപ്പോൾ ഇനിയൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ 1:26 അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോയി അടിക്കാൻ കൊടുക്കാൻ. പിന്നെ ഡ്രസ്സിനേക്കുള്ള വർക്ക് വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിക്കാനും പോയി. അത് കഴിഞ്ഞ് നേരെ ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ പിന്നെയും പോയി. പാർട്ടിക്ക് ഇടാൻ വേണം, നമ്മൾ കല്യാണത്തിലുള്ള എടുത്ത്. അങ്ങനെ ഞാൻ ആദ്യം എടുക്കേണ്ടത് എന്താ വെച്ചാൽ കുർത്തി എടുക്കാനാണ് വിചാരിച്ചത്. പിന്നെ അത് വേണ്ട വിചാരിച്ച് ലാസ്റ്റ് ഉടുപ്പിലേക്ക് ഉണ്ട്. അങ്ങനെ ഉടുപ്പ് വാങ്ങിച്ച ഡ്രസ്സ് എടുത്തൊക്കെ. അങ്ങനെ എല്ലാവരും ക്ഷീണിച്ചൊരു പരിവായി. പിന്നെ ലാസ്റ്റ് വിചാരിച്ച് ഒരു ഐസ്ക്രീം ഒന്ന് അങ്ങോട്ട് പവറൊക്കെ വിചാരിച്ച് അങ്ങനെ ഐസ്ക്രീം ഒന്ന് നേരെ നമ്മൾ ബസ്സിൽ കയറി. അപ്പം നമ്മളെ ഇപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒന്ന് ലുലു പോണത് നല്ലല്ലേ. അപ്പം ഗായ്സ്, നമ്മളിതാ പോകുന്നു. ഇപ്പം ടൈം 4:45 ഗായ്സ്, 4:45. ഈ സാധനവും കൈമ പിടിച്ച് പോകുന്ന അവസ്ഥ. ഇനി ലുലുന്നും കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വലുതമ്മതാവുന്നു. ബൈ ബൈ പറയും. അങ്ങനെ ഈ സാധനം വാങ്ങിക്കാനാണ് നമ്മൾ ഇറങ്ങി. മുട്ടായി തിന്ന് എനിക്ക് തരാണ്ട് മുട്ടായി ഇന്ന് കഴിച്ചു. അങ്ങനെ ഓട്ടെ പോകുമ്പോൾ ഇനി അച്ഛൻ വിളിച്ചത് താഴത്തേക്ക് കൂട്ടാൻ വരണമെന്ന്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൂടെ കയറി. ഒരു രണ്ടാളും കയറ്റം കയറി. അങ്ങനെ നേരെ വീട്ടിലെത്തി. റെസ്റ്റ്. അപ്പോൾ ഓക്കെ, ശരി, ബൈ, ടാറ്റാ.